ഞാൻ തീർച്ചയായും വെറുതെ രാഷ്ട്രീയക്കാർ പറയുന്നത് ഞാൻ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു സ്വഭാവമില്ല. ബേസിക്കലി ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ ഡേറ്റ പരിശോധിച്ചാൽ അറിയാം, അനാവശ്യമായ വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നതിനെ അതിശക്തമായി ഞാൻ എതിർത്തു. പാലം വേണം, റോഡ് വേണം, അല്ലെങ്കിൽ കുറെ വീടുകൾ വേണം, അങ്ങനെയല്ലൊരു വികസന പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. ഹെൽത്തിന്റെ സെക്ടർ വരുമ്പം നമ്മൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ആ ഈരാറ്റുപേട്ടയിലെ ഹെൽത്ത് സെന്റർ ആയിരിക്കും. അപ്പൊ എന്ത് ജനങ്ങൾക്കും സമൂഹത്തിനും ഗുണം കിട്ടാൻ പറ്റുന്നതാണോ അത് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പോടുകൂടി നടപ്പാക്കും. നമസ്കാരം. ഈ ന്യൂസിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ന്യൂസിനോടൊപ്പം ചേരുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ നിയുക്ത MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ എന്ന സജി ജോസഫാണ്. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സജി ജോസഫ് എന്നുള്ള പേരാണ് എല്ലാവർക്കും ഒരു പരിചിതം. പക്ഷെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ്. സാറിന്റെ വിശേഷങ്ങൾ, ഈ നിയോജക മണ്ഡലത്തിൽ പുതിയതായിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഈ ഉജ്ജ്വലമായ വിജയത്തിന് ഈ ന്യൂസിന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. വെൽക്കം. കേരളത്തിൽ ഒരു ചരിത്ര വിജയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, UDFന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് UDFന്റെ വിജയത്തിലൂടെ നമുക്ക് ചെറിയൊരു സംവാദത്തിലേക്ക് കടക്കാം. ഓക്കെ. ഇത്രയും വലിയൊരു വിജയം അത് UDF അല്ലെങ്കിൽ സാറ് പ്രതീക്ഷിച്ചിരുന്നോ കേരളത്തിൽ? തീർച്ചയായും VD സതീശൻ പറഞ്ഞ ആ വിജയം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അത് ഞാൻ മുന്നേ ഇലക്ഷൻ കാലഘട്ടത്തിലും അത് കൃത്യമായി പറഞ്ഞിരുന്നു. ആ വിജയം 100 സീറ്റിന്റെ ആ ഒരു വിജയം, 100 സീറ്റിന്റെ തീർച്ചയായിട്ടും 95 സീറ്റിനും 100 സീറ്റിനും ഇടയ്ക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ പൊതുവെ ഞങ്ങളുടെ ഇടയിൽ പങ്കുവച്ചിരുന്നതാണ്. ഇതിനു മുമ്പ് സാറിന്റെ പേര് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ സാറിന്റെ പേര് പറഞ്ഞു കേട്ടെങ്കിലും മുൻ തെരഞ്ഞെടുപ്പിലൊന്നും സാർ മത്സരരംഗത്ത് കണ്ടില്ല. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് 2026 തെരഞ്ഞെടുപ്പിൽ സാറിന്റെ പേര് കേൾക്കുകയും സാറ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. അങ്ങനെ ഒരു മത്സരരംഗത്തേക്ക് കടക്കുക എന്ന് വന്നപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം? ശരിക്കും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ 26 വർഷം മുമ്പ് എനിക്ക് 2000 ഈ ടിക്കറ്റ് സംബന്ധിച്ച് വളരെ പ്രതീക്ഷാജനകമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ലഭിക്കുമെന്നുള്ള നിലയിലേക്ക് എത്തിയിരുന്നതാണ്. അന്നത്തെ പ്രത്യേക സാഹചര്യം കേരള കോൺഗ്രസ് ടിക്കറ്റ് വിട്ടുതരാതിരിക്കുകയും കേരള കോൺഗ്രസ് ഈ പ്രദേശത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ അല്ലാതെ മത്സരിപ്പിക്കുകയും ചെറിയ വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തതാണ്. അന്ന് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ ജോർജ് മാത്യു ഉൾപ്പെടെ കോൺഗ്രസിന് ടിക്കറ്റ് തരികയും പകരം ടിക്കറ്റ് നൽകാം എന്ന് കേരള കോൺഗ്രസിനോട് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് അന്ന് കിട്ടിയിരുന്നെങ്കിൽ 15,000-20,000 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം അന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 26 വർഷത്തിന് ശേഷം ആ ടിക്കറ്റ് വന്നപ്പോൾ പാർട്ടി എന്നെ നിയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യം കാരണം പൂഞ്ഞാർ നിയോജക മണ്ഡലം കഴിഞ്ഞ ഏതാണ്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന 66 വർഷങ്ങൾക്ക് മുമ്പ് തീയത്തൊമ്പതിന് ശേഷം കൈപ്പത്തി ചിഹ്നം ഇന്നേ വരെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘടകകക്ഷികൾക്ക് കൊടുക്കുമ്പോഴും പ്രത്യേകിച്ചും ജനങ്ങളും സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആശയപരമായിട്ടുള്ള ഒരു കക്ഷികളല്ല ഇതിൽ പലതും. അവരുടെ വ്യക്തി താല്പര്യങ്ങളനുസരിച്ച് മുന്നണി മാറി കളിക്കുകയും, പക്ഷെ മുന്നണി മാറി കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താൻ ഈ മുന്നണിയിലെ ചെറു കക്ഷികളെ എടുക്കേണ്ട സാഹചര്യം കോൺഗ്രസിനുണ്ടാകും. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് പൂഞ്ഞാർ നിയമമണ്ഡലത്തിൽ വലിയ തോതിൽ വന്നിട്ടുണ്ട്. കാരണം അത് മതേതരത്വത്തിനെതിരെയുള്ള വെല്ലുവിളികളായി സുസ്ഥിരമായ ഒരു സാമ്പത്തിക വികസനത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലേക്കൊക്കെ പല ഘട്ടങ്ങളിൽ എത്തിയിട്ടുണ്ട്. സീനിയറായ PC ജോർജും നിലവിലെ MLAയുമായിരുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും തമ്മിലായിരുന്നു സാർ ഏറ്റുമുട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സാറിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ സാർ എത്രത്തോളം വിജയം പ്രതീക്ഷിച്ചു? ഞാൻ തീർച്ചയായും വെറുതെ രാഷ്ട്രീയക്കാർ പറയുന്നത് ഞാൻ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു സ്വഭാവമില്ല. ബേസിക്കലി ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ ഡേറ്റ പരിശോധിച്ചാൽ അറിയാം, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 14,000 സിസ്റ്റം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ പൂഞ്ഞാർ നിയമമണ്ഡലത്തിലുണ്ട്.
തീർച്ചയായിട്ടും. ഇത് കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 13,000 ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷം UDF ലഭിച്ചതാണ്. അപ്പം കൃത്യമായ സ്ഥാനാർത്ഥി, കൃത്യമായ ആശയ പ്രചരണങ്ങൾ, കൃത്യമായ സംഘടനയുടെ ശേഷി ഉപയോഗിക്കൽ, ഇതിലൂടെ നമുക്ക് വിജയിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, പ്രത്യേകിച്ചും ജനങ്ങൾ വളരെ ആശങ്കയിലായിരുന്നു പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ. വളരെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അനാവശ്യമായ വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നതിനെ അതിശക്തമായി ഞാൻ എതിർത്തു. അത് കോൺഗ്രസിന്റെ നിലപാട് തന്നെ ഒന്നുകൂടെ ഊന്നി പറഞ്ഞതുകൊണ്ട് മതേതരത്വത്തിന് വലിയ പ്രാധാന്യം ഇവിടെ ലഭിച്ചു. കാരണം ഈ നിയോജക മണ്ഡലത്തിലാണ് നമ്മുടെ ലോകത്തിലെ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും മാതൃകയായ മതേതരത്വം നിലനിൽക്കുന്ന എരുമേലി തീർച്ചയായിട്ടും നിലനിൽക്കുന്ന എരുമേലി പഞ്ചായത്ത്. അവിടെയാണ് എരുമേലി ശബരിമലയും അതിന്റെ കവാടവും എരുമേലി പേട്ടതുള്ളലും എല്ലാം മതസൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണ്, ഒരു മാതൃകയാണ്. അല്ല, അതുപോലെ തന്നെയാണ് നമ്മുടെ അരുവിത്രപ്പള്ളി പെരുന്നാള്. എല്ലാ അരുവിത്രപ്പള്ളി പെരുന്നാൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെയൊക്കെ എല്ലാ മതസ്ഥരും, ഞാനവിടെ ചെല്ലുമ്പോൾ മിക്കവാറും ഒരു അരുവിത്രപ്പള്ളി ചെല്ലുമ്പോൾ മറ്റ് മതസ്ഥരാണ് ഒരു 30% 40% അവിടെ വന്ന് അരിത്ര വില്ലേജിന്റെ അവിടെ നേർച്ചയിട്ട് പോകുന്നത്. അതോടൊപ്പം അവിടുത്തെ അരിത്ര പള്ളി ഇരിക്കുന്ന ആ വാർഡ്, മുനിസിപ്പൽ വാർഡ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷിയാസ് ആണ് തീർച്ചയായിട്ടും ഇരിക്കുന്നത്. ആ ഷിയാസ് ഒക്കെ ഒരു സാധാരണ ഒരു ക്രൈസ്തവൻ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പള്ളി പെരുന്നാളിന് പങ്കെടുക്കുകയും എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് ഇവിടെ വന്ന് രൂപമെടുക്കണമെന്ന് പറഞ്ഞത് പോലും ഷിയാസാണ്. അപ്പൊ അത് കേരളത്തിന്റെ ഒരു മതേതര മനസ്സിനെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് ചില വ്യക്തികൾ നടത്തുന്ന പ്രചരണങ്ങൾ ജനമനസ്സുകളിൽ മുറിവേൽപ്പിച്ചിട്ടു. ആ മുറിവിന്റെ ഭാഗമാണ് വൻതോതിലുള്ള വോട്ട്, മതേതരത്വത്തിന് വേണ്ടിയുള്ള വോട്ട് എനിക്ക് ലഭിക്കാനുള്ള സാഹചര്യം. തീർച്ചയായിട്ടും. ഇപ്പോൾ സാറ് നമ്മൾ മതേതരത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ ഈ വർഗീയ പ്രചരണങ്ങൾ. ഇപ്പോൾ ഒരാരെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ എൻ്റെ താഴെയായിട്ട് ഒരുപാട് ആ കമൻറ്റ് കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത്രനാളും ഇല്ലാതിരുന്ന തരത്തിലുള്ള കഠിനമായ വാക്കുകളൊക്കെ ഉച്ചരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ്. അപ്പം അതിനെതിരെ നമുക്ക് നിയമസഭയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നമുക്ക് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ? അതിനെക്കുറിച്ച് നിയമവിദഗ്ധരുമായും അതോടൊപ്പം തന്നെ IT സെക്ടറിലുള്ള, അത് എല്ലാം ഇന്റർനാഷണൽ കമ്പനികളാണ്, നമ്മുടെ മാത്രം ഇന്ത്യയിലോ അല്ലെ കേരളത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമല്ല. അതിന്റെ സെന്ററുകളൊക്കെ പലതും കാലിഫോർണിയയിലോ അല്ലെ സ്പെയിനിലോ അങ്ങനെയൊക്കെയാണ് അതിന്റെ സെന്ററുകളൊക്കെ നിൽക്കുന്നത്, അതിന്റെ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നത്. അവിടേക്ക് എത്രമാത്രം നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത്, അതോ ഇന്ത്യ ഗവൺമെന്റാണ് നിയന്ത്രിക്കാൻ പറ്റുന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. തീർച്ചയായും അങ്ങനെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അതിനുള്ള ശ്രമം, ഈ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയെടുക്കാനൊരു നിയമം നമുക്ക് വേണേ കൊണ്ടുവരാമല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ ഞാനിത് പറയുമ്പോഴും ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്നത് സമൂഹത്തിലെ 1% പേർ അല്ല 2 ഈ ആശയ പ്രചരണത്തിൽ മോശമായി പ്രചരിപ്പിക്കുന്ന അവരുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തു പോകാനോ, അവരുടെ വ്യക്തിപരമായ വിദ്വേഷം വീടുകളിൽ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ ചെറു സമൂഹങ്ങളിൽ പറഞ്ഞത് അവര് സോഷ്യൽ മീഡിയ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ഇവിടെ പ്രസക്തമല്ല. കാരണം ഭൂരിപക്ഷം വരുന്ന ജനങ്ങള്, ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തുമുള്ള ജനങ്ങളെല്ലാം സമാധാനവും സഹവർത്തിത്വവും ആഗ്രഹിക്കുന്നവരും ബുദ്ധിപരമായി ചിന്തിക്കുന്നവരുമാണ്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്തെ മോശം വശം എടുത്തല്ല മൊത്തത്തിൽ ഉദാഹരിക്കേണ്ടത്. അതിൻ്റെ അകത്ത് നല്ല വശങ്ങളാണ് എപ്പോഴും കൂടുതലുണ്ടാകുക. ആ നല്ല വശങ്ങളെ കാണിക്കുകയും മോശമായ വശങ്ങളെ തമസ്കരിക്കുകയും ചെയ്യണം. അത് തന്നെയാണ് ഇവിടെ വേണ്ടത്. പലപ്പോഴും ആൾക്കാർ ഈ 1-2 പേരെഴുതുന്ന കമന്റ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. പൊതുസമൂഹം എപ്പോഴും പോസിറ്റീവാണ്, പൊതുസമൂഹം എപ്പോഴും നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാ. അങ്ങനെ ആഗ്രഹിക്കാത്ത സമൂഹം വരുമ്പോഴാണ് കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ത്യയിലില്ല. അത് കോൺഗ്രസ് ഈ നിയമപരമായ ഒരു രാജ്യമാണ് എന്ന് 60-65 വർഷത്തെ ഭരണത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ പൊതുവായ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ചില വികസന പദ്ധതികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് പൂഞ്ഞാർ നിയോജകമണ്ഡലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ് കുടിവെള്ള പ്രശ്നം. ഈ അമൃത കുടിവെള്ള പദ്ധതിയൊക്കെ ആരംഭിച്ചെങ്കിൽ ഒരു കാര്യം,
എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കാരണം ഇനി തിരിച്ചും മറിച്ചും അങ്ങനെയല്ല, ഒരു പാലം വേണം, റോഡ് വേണം, അല്ലെങ്കിൽ കുറെ വീടുകൾ വേണം, അങ്ങനെയല്ല ഒരു വികസന പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. ഓരോ പഞ്ചായത്തിനും ഓരോ മുനിസിപ്പാലിറ്റിക്കും കൃത്യമായി ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാകണം. അടുത്ത 25 വർഷത്തേക്ക് ഇപ്പൊ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അല്ലെ എരുമേലിയുടെ വികസന സങ്കല്പങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ പ്ലാൻഡോടുകൂടി ഒരു 6 മാസം സമയമെടുത്താണെങ്കിലും ആ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാകണം. അതിൻ്റെ അകത്ത് ഫുൾ ഡേറ്റ അനലൈസ് ചെയ്യപ്പെടണം. അവിടുത്തെ എത്ര ജനങ്ങളുണ്ട്, അവിടെ എത്ര വീടുകളുണ്ട്, വീടില്ലാത്തവർ എത്രയുണ്ട്, എത്ര പാലങ്ങൾ വേണം, അതുപോലെ കുടിവെള്ള പദ്ധതികൾ, ഹോസ്പിറ്റലുകൾ. ഇപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ള, എപ്പോഴും എന്നോട് 100 കണക്കിന് ആൾക്കാർ പറഞ്ഞ ഈരാറ്റുപേട്ടയിലെ ഹെൽത്ത് സെന്റർ വളരെ മോശമായി പോകുന്നു. എരുമേലിലെ ഹെൽത്ത് സെന്റർ ഏറ്റവും പാവങ്ങൾ ആശ്രയിക്കുന്നത്. തീർച്ചയായും അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ. പക്ഷേ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പം ഹെൽത്തിന്റെ സെക്ടർ വരുമ്പം നമ്മൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ആ ഈരാറ്റുപേട്ടയിലെ ഹെൽത്ത് സെന്റർ ആയിരിക്കും. അപ്പൊ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളോ MP MLA ഫണ്ടുകളോ ഉപയോഗിക്കാൻ പറ്റും. ഇതെന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഡേറ്റ ഇല്ല. നമ്മുടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് എല്ലാ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഉണ്ടാകും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലുണ്ടാകും ഒരു പ്രൊജക്ട് റിപ്പോർട്ട്. അടുത്ത 25 വർഷം, ഞാനല്ല ഇനി അടുത്ത ആള് വരുമ്പോഴും അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് ഇനി മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പെട്ടെന്ന് തന്നെ നമ്മൾ വികസന സങ്കല്പങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് പദ്ധതി. അല്ല, നമുക്കിവിടെ ഇപ്പം ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈരാറ്റുപേട്ട ഭരിക്കുന്നത് UDF, ഇപ്പൊ MLA UDF, MP UDF, ജില്ലാ പഞ്ചായത്ത് UDF, കേരളം UDF. ജനങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ വാർത്തയൊക്കെ ആയിട്ട് പോകും. പല ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ഇപ്പം ഈരാറ്റുപേട്ടയിൽ നമ്മളൊരു ഉച്ചകഴിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷം ഈരാറ്റുപേട്ട ഗവൺമെൻറ് ആശുപത്രി ചെല്ലുകയാണെങ്കിൽ ഒരു ഡോക്ടറില്ല, ഒരു രോഗിനെയും കൊണ്ട് പോകണേ. കാരണം ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലെ എല്ലാവരും ആശ്രയിക്കുന്നതാണ്. പൂഞ്ഞാറ്, തെക്കേക്കര, തിടനാട്, തലനാട്, ഇങ്ങനെയുള്ളവർ. അതിന് ഒരു അടിയന്തരമായ ഒരു മാറ്റം വരുത്താൻ കഴിയും. തീർച്ചയായിട്ടും ഏറ്റവും അടിയന്തരമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം ഈ ഈരാറ്റുപേട്ടയിലെ ഹെൽത്ത് സെന്റർ ആയിരിക്കും, മുണ്ടക്കയത്തെ ഹെൽത്ത് സെന്റർ ആയിരിക്കും. ഈ 2 സെന്ററുകളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അതിന്റെ ഒരു പ്രവർത്തനം ഒരു മന്ദീഭവിച്ചാണ് പോകുന്നതെന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കിയത്. ഞാൻ നേരിട്ട് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാനിപ്പം MLA എന്നുള്ള നിലയ്ക്ക് സത്യപ്രതിജ്ഞയോടെ കഴിഞ്ഞ ശേഷം ഈ സ്ഥാപനങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്ത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി അതിന്റെ ഇമ്മീഡിയറ്റ് റിസൾട്ടിന് വേണ്ടി ചെയ്യും. ബാക്കി കാര്യങ്ങൾ, വികസന കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങൾ പഠിച്ച ശേഷം പെട്ടെന്ന് ചെയ്യുന്നതാണ്. ടൂറിസത്തെ കുറിച്ചുള്ള സാറിന്റെ കാഴ്ചപ്പാട്? ടൂറിസം എന്ന് പറയുന്നതാണ് ഇനി നമ്മുടെ കേരളത്തിന് ഏറ്റവും യോജിച്ച ഒരു വരുമാനദായക പദ്ധതി. അത് ടൂറിസം എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ ചിന്തിക്കുക ഇടുക്കി ജില്ലയിലെ വാഗമൺ, മൂന്നാർ അങ്ങനെയല്ല. കേരളത്തിന്റെ ഓരോ സ്ഥലങ്ങളും അതിൻ്റെ പ്രാദേശിക പ്രത്യേകതകൾ അനുസരിച്ച് കൃത്യമായ ടൂറിസം പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ വലിയ തോതിലുള്ള വരുമാനം, അതോടൊപ്പം തൊഴിൽ ലഭിക്കുന്നതിന് സാധിക്കും. അത് ഞാൻ എൻ്റെ മീറ്റിങ്ങുകളിലെല്ലാം പറഞ്ഞിരുന്നു. ഒരു സുസ്ഥിര വികസന പദ്ധതി അല്ലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിൻ്റെ കാര്യം നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് വീടുകൾ വെറുതെ കിടക്കുക, വിദേശത്ത് പോയി അല്ലെങ്കിൽ ഉപയോഗിക്കാതെയൊക്കെ കിടക്കുക. ആ വീടുകളൊക്കെ അവരുടെ ഉടമസ്ഥരുടെ അനുവാദത്തോടു കൂടി ഒരു ക്ലസ്റ്റർ പോലെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ആളുകൾ വന്ന് താമസിക്കാൻ തയ്യാറാകും. അങ്ങനെ ചെയ്യുന്ന നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. പെരിങ്കുളംകാരൻ ഒരാൾ 4-5 ഹോം സ്റ്റേ നമ്മുടെ ഇവിടെ നടത്തുന്നുണ്ട്, വലിയ വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ അതിനെ വലിയ തോതിൽ ഡെവലപ്പ് ചെയ്താൽ ഈ വീടുകളിൽ ആളുകൾ താമസിക്കാനും ഒരു പെർ ഡേ ഒരു 3000 രൂപ 4000 രൂപയ്ക്ക് ഒരു, ഞാൻ അനുഭവസ്ഥനാണ്, നമുക്കറിയാം, ഞാൻ ആ മേഖല നിൽക്കുന്നതാണ്. അപ്പോൾ അത് വലിയ വരുമാനം ലഭിക്കും. ഇതോടൊപ്പം തന്നെ അവരുടെ കാർഷിക വിഭവങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ നമുക്ക് ഈ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റും. ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കണ്ട. അതൊക്കെ അതിനുള്ള സാധാരണയുള്ളതിലും ഒരു 10% കൂടെ വില കൂട്ടി കൃത്യമായി ആ ഗസ്റ്റുകൾക്ക് കൊടുത്ത് അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല വിഭവങ്ങൾ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിനൊരു കൃത്യമായ പ്ലാന്, ഒരു നയം ഗവൺമെന്റ് ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിൽ അത് ഉണ്ടാവും. അത് ഇവിടെ മാത്രമല്ല, തീരദേശ പ്രദേശങ്ങളിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടുത്തിയുള്ള ടൂറിസം വികസന പദ്ധതികൾ അങ്ങനെ ചെയ്യുമ്പം ഓരോ വ്യക്തികളിലേക്ക് ഫണ്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. 10 വർഷമായിട്ട് റബ്ബറിന്റെ വില 140 രൂപയാണ് ആവറേജ് കണക്ക് കൂട്ടിയ.
ഇപ്പോൾ അത് 250 രൂപയായി, 110 രൂപ റബ്ബർ വില വന്നു. തീർച്ചയായിട്ടും നമ്മുടെ മിനിമം പ്രൊഡക്ഷൻ 7 ലക്ഷം ടണ്ണാണ് റബ്ബർ ബോർഡിന്റെ കണക്കെങ്കിൽ 6 ലക്ഷം ടൺ കൂട്ടിക്കോളൂ. ഇപ്പൊ റബ്ബറൊക്കെ കുറെ ആൾക്കാർ ഉപേക്ഷിച്ചു പോയി. ഈ 6 ലക്ഷം ടൺ റബ്ബർ 110 രൂപ വെച്ച് കണക്ക് കൂട്ടുമ്പം ഏതാണ്ട് ഒരു 6100 കോടി രൂപയാണ് അധിക വരുമാനം ലഭിക്കുക. ഇപ്പൊ UDF ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു 250 രൂപ തറവില പ്രഖ്യാപിച്ച് ആദ്യം തന്നെ ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ റബ്ബർ വില ഉയർന്നു. ഈ ഒരു 2 മാസമായിട്ട് 250 രൂപ നിൽക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ സാധാരണ ഒരു 5 കിലോ അല്ലെ 10 കിലോ റബ്ബർ കിട്ടുന്ന ഒരു കർഷകന് ഈ 110 രൂപ കിട്ടുമ്പം 1100 രൂപയാണ് കിട്ടുന്നത്. ഒരു ദിവസം 1100 രൂപ കിട്ടുക. അത് 150 ദിവസം ഒരു റബ്ബർ ആവറേജ് ഒരു വർഷത്തിൽ വെട്ടിയ അവർക്ക് 1.5 ലക്ഷത്തിലധികം രൂപയാണ് ഒരു കുടുംബത്തിലേക്ക് വരുന്നത്. ഇതാണ് വികസന സങ്കല്പം. അതായത് ഓരോ കുടുംബങ്ങളിലും വരുമാനം വർദ്ധിക്കാനുള്ള സംവിധാനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ, തൊഴിലെത്തിച്ചാൽ, തൊഴിലിലൂടെയോ കൃഷിയിലൂടെയോ ഏത് തരത്തിലെങ്കിലും വരുമാനം വർദ്ധിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ സൊസൈറ്റി പെട്ടെന്ന് സമ്പന്നമായി വരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാക്രോ എക്കോണമിക് ഡെവലപ്മെന്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കർഷകർക്ക് അതുകൊണ്ട് ഒരു വലിയൊരു മെച്ചം ഉണ്ടാവും. കർഷകർക്ക് അഡീഷണൽ ഫണ്ട്, അവർക്ക് ഒരിക്കലും കിട്ടാതിരുന്ന ഒരു തുക അവരിലേക്ക് വരിക. 50 കിലോ റബ്ബർ ഉള്ള ഒരാൾക്ക് 5000-6000 രൂപ ഒരു ദിവസം കിട്ടുക. 150 ദിവസം കിട്ടുമ്പോൾ 7.5 ലക്ഷം രൂപ വരുന്നു. അപ്പം 7.5 ലക്ഷം രൂപ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നറിയോ? ആ 7.5 ലക്ഷം രൂപ ആരും കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കല്ല. അവര് പർച്ചേസിങ്ങിലേക്ക് പോകും, പലതരത്തിലുള്ള പർച്ചേസിങ്. അപ്പം അത് സമൂഹത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അപ്പോൾ ടാക്സ് വർദ്ധിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. തോമസ് പിക്കറിംഗ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വളരെ കാലങ്ങൾക്ക് 20 വർഷത്തെ പഠനത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്കൊരു ഫ്രീ ആയിട്ട് ഒരു 1000 രൂപ കൊടുത്താൽ അത് 3 വട്ടം മറിഞ്ഞു കഴിയുമ്പം സർക്കാരിന് ആ തുക കിട്ടും എന്ന് ശാസ്ത്രീയമായി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ MNRG സ്കീമൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയത്. അപ്പൊ അങ്ങനെയുള്ള പണം കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് എത്താനുള്ള പദ്ധതികളുടെ ആസൂത്രണത്തിൽ മാത്രമേ സമൂഹത്തിൽ സമ്പന്നത ഉണ്ടാവുള്ളൂ. ആ സമ്പന്നത എന്ന് പറയുമ്പം അതിൻ്റെ വലിയ ടാക്സ് ഇവിടെ കിട്ടും. കഴിഞ്ഞ 10 വർഷം വന്ന ഏറ്റവും വലിയ അപകടം അതാ. 1 രൂപ ടാക്സ് വർദ്ധിപ്പിക്കുന്ന പദ്ധതികളല്ല, കടമെടുത്ത് വിവിധ പദ്ധതികൾ മുടക്കി 1 രൂപ റിട്ടേൺ ഇല്ലാത്ത, അവർക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന് അഴിമതി എവിടെയെങ്കിലും കിട്ടാൻ പറ്റുമോ, കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ഒരു ഒറ്റ ട്രാക്കിലൂടെ മാത്രം ചിന്തിച്ചു പോയ ഒരു പദ്ധതി. അതാണ് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം കൂപ്പുകുത്താനുള്ള കാര്യം. ഉൽപാദന മേഖലകളിൽ 1 രൂപ പോലും അവർ മുടക്കി പ്രയോജനപ്രദമായ പദ്ധതി വരുത്തിയിട്ടില്ല. വരുമാനം വർദ്ധിപ്പിച്ചില്ല, ടാക്സ് വർദ്ധിപ്പിച്ചില്ല. വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. സമൂലമായി വിദ്യാഭ്യാസ രംഗം മാറിയേ പറ്റൂ. ഇന്നത്തെ ഒരു കോഴ്സുകൾ കൊണ്ടും അടുത്ത 25 വർഷത്തേക്ക് നമ്മുടെ രാജ്യത്ത് പ്രയോജനം കിട്ടില്ല. ഒരു കോഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കൺവെൻഷണൽ മെത്തേഡിലുള്ള എല്ലാ കോഴ്സുകളും പൂർണ്ണമായി തുടച്ചു മാറ്റി കൃത്യമായ സാങ്കേതിക വിദഗ്ധന്മാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിച്ച് അടിയന്തരമായി ചെറു ക്ലാസ്സുകളിൽ തൊട്ട് അത് തുടങ്ങിയില്ല എങ്കിൽ അടുത്ത 15 വർഷത്തേക്ക് വരുന്നത് ഒരു റാഡിക്കൽ ഡിസ്റപ്റ്റീവ് റവല്യൂഷൻ നമുക്കതിനെ പറയാം. ഒന്നിനെ തകർത്ത് മറ്റൊന്ന് കയറി വരുന്ന സാങ്കേതിക വിദ്യയിലുണ്ടായ ഒരു വലിയ മാറ്റമാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ 5 വർഷമായി വന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ ഡാറ്റാ സയൻസിൻ്റെയും സംയുക്തമായ ഒരു യോജിച്ചുള്ള പ്രവർത്തന ശൈലി നമ്മുടെ സമൂഹത്തെ മാറ്റിയിരിക്കുക. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഭരണാധിപന്മാർ അടിയന്തരമായി വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തി ഇത് ഉൾക്കൊള്ളിച്ച് എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ചെറുപ്പം തൊട്ടേ തുടങ്ങണം. തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ രാജ്യം പിടിച്ചു നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ രാജ്യം നമ്മുടെ നാട്, സംസ്ഥാനം വളരെ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതല്ലാതെ സ്കൂളുകളിൽ, കോളേജുകളിൽ രാഷ്ട്രീയം കലർത്തി, പ്രത്യേകിച്ചും SFI പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വലിയ ആശയപ്രചരണം നടത്തും. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തുടച്ചു നീക്കിയേ പറ്റുള്ളൂ. തുടച്ചു നീക്കിയാൽ കേരളം വലിയ തോതിൽ ഈ ഇന്റലക്ച്വലി ഡെവലപ്പ് ചെയ്യും, സാങ്കേതിക വിദ്യയിൽ ഡെവലപ്പ് ചെയ്യും. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാർക്ക് വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് സാങ്കേതിക വിദ്യ
കൊടുക്കുമ്പം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കണം. ഒരു ബഡ്ജറ്റിലും ഞാൻ കണ്ടിട്ടില്ല റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുത്തിട്ട്. ലോകത്ത് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് എല്ലാം ഗവൺമെന്റ് സപ്പോർട്ടോടെ കമ്പനികൾ R&Dക്ക് വലിയ തോതിൽ ഫണ്ട് കൊടുക്കുക. ആ ഫണ്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം സ്കൂളുകളിലും കോളേജുകളിലും കൊടുക്കണം. അപ്പോൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും, അതൊക്കെ പേറ്റന്റഡ് ആവും, അതൊക്കെ രാജ്യത്തിന് വലിയ ഗുണം കിട്ടുന്ന വരുമാനം കിട്ടുന്ന പദ്ധതികളാവും. അങ്ങനെയുള്ള വിദ്യാഭ്യാസ നയത്തിന് തന്നെയാണ് ഊന്നൽ കൊടുക്കേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നമുക്കിനി താലൂക്ക് രൂപീകരണം, അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ തറക്കല്ലിട്ടെന്നൊക്കെ പറയുന്നത് സിവിൽ സ്റ്റേഷൻ, ഈ വക കാര്യങ്ങളിലൊക്കെ സാർ ഏത് തരത്തിലാണ് സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? ആ താലൂക്ക് രൂപീകരണം, സിവിൽ സ്റ്റേഷനൊക്കെ ഇപ്പൊ നിലവിൽ കഴിഞ്ഞു പോയ ഭരണസമിതി ചെയ്ത അല്ലെങ്കിൽ MLA ചെയ്തിരിക്കുന്ന എന്താണെന്ന് പഠിച്ച ശേഷം അതിന് വേണ്ടുന്ന അടിയന്തരമായ സ്റ്റെപ്പുകൾ എടുക്കും നമ്മൾ. സിവിൽ സ്റ്റേഷനും അതോടൊപ്പം തന്നെ താലൂക്ക് രൂപീകരണം, അതിൻ്റെ വൈബിലിറ്റി സ്റ്റഡി. നമ്മളിത് ചെയ്യുമ്പോൾ ചുമ്മാ അങ്ങ് പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞാൽ പോരല്ലോ, വൈകാരികമായ പോരല്ലോ. അതിൻ്റെ ഈ താലൂക്ക് കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി കിട്ടുന്ന ഉപകാരങ്ങൾ, സിവിൽ സ്റ്റേഷനെ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് വളരെ ഉപകാരം കിട്ടുന്ന പദ്ധതി തന്നെയാണ്. അങ്ങനെയുള്ള പദ്ധതികൾ തീർച്ചയായും എന്ത് ജനങ്ങൾക്കും സമൂഹത്തിനും ഗുണം കിട്ടാൻ പറ്റുന്നതാണോ അത് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പോടുകൂടി നടപ്പാക്കും. കാരണം ഭരണ സംവിധാനം ഉള്ളതുകൊണ്ട് വളരെ എളുപ്പം നടപ്പാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനാണ് സാറ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതികളായിരിക്കും. അതിലേറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് വരുമാനം ലഭിക്കുന്ന കുടുംബങ്ങളിൽ വരുമാനം ലഭിക്കുന്ന പദ്ധതികളുടെ ആസൂത്രണമായിരിക്കും, പ്രത്യേകിച്ചും കാർഷിക മേഖലകളിൽ. അതോടൊപ്പം തന്നെ കച്ചവട മേഖലകളിൽ വേണ്ടുന്ന വലിയ ട്രേഡിംഗ് സെൻറ്ററുകൾ, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന സെമിനാറുകൾ, അതോടൊപ്പം ക്ലാസ്സുകൾ, ഇങ്ങനെ മനുഷ്യരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പദ്ധതികളിലൂടെ അവയർനെസ് കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന പദ്ധതികളായിരിക്കും ആസൂത്രണം ചെയ്യുന്ന. അതിൽ കാർഷിക മേഖലയും കച്ചവട മേഖലയും കൃത്യമായ പ്ലാനിനോടുകൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വികസനത്തിലൂടെ പൂഞ്ഞാറിൻ്റെ സാമ്പത്തിക നിലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. പൂഞ്ഞാർ ജനതയോട് സാറിന് പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്? പൂഞ്ഞാർ ജനതയോട് പ്രത്യേകിച്ച് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്നെ ജയിപ്പിച്ചതിലുള്ള നന്ദിയാണ്. എന്നെ വ്യക്തിപരമായി ജയിപ്പിച്ചതല്ല, ഈ നാടിൻ്റെ ആവശ്യം എന്നിലൂടെ നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള വലിയൊരു ജനസമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് എൻ്റെ വിജയം. അതിൻ്റെ അടിസ്ഥാനം മതേതരത്വം കൃത്യമായി നിലനിർത്തും, അല്ലെങ്കിൽ ആ ആശയം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ തോതിലുള്ള സാമ്പത്തിക വികസനം ഉണ്ടാകും എന്നുള്ള സങ്കല്പം അവരിലുണ്ട്. അതിന് പ്രത്യേകിച്ചും എൻ്റെ ആശയങ്ങളെ ഈ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പ്രത്യേകിച്ചും അവരോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഈ ന്യൂസിനോടും പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഇതിൻ്റെ പ്രയോജനം അടുത്ത ഒരു 5 വർഷം കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ന്യൂസ് ഉൾപ്പെടെയുള്ള ന്യൂസ് ചാനലുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും മുൻകാലത്ത് ചെയ്ത സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. വോട്ട് ചെയ്ത ജനങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി വോട്ട് ചെയ്യാത്തവരോടും ഞാൻ നന്ദി പറയുക. എൻ്റെ ഒരു കൺസെപ്റ്റ് പൊളിറ്റിക്സ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. എലക്ഷൻ കഴിഞ്ഞാൽ സമൂഹം എല്ലാ ആളുകളും ഉൾപ്പെട്ട ഒരു സംവിധാനമാണ്, ഒരു സൊസൈറ്റിയാണ്. അവർക്ക് മൊത്തത്തിലാണ് വികസനം, അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ളൊരു വികസന സങ്കല്പങ്ങളല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഓക്കെ, താങ്ക് യു. എന്താണെങ്കിലും 5 വർഷത്തെ വലിയ വികസന കാഴ്ചപ്പാടുകളാണ് സാറ് നൽകിയിരിക്കുന്നത്. ഇത്രയും നേരം ഈ ന്യൂസിനോടൊപ്പം ചെലവിട്ടതിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.
Katakumbanal Jewelry, PP Road, Iratupeta. Contact number 8893262626. മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായി ഈരാറ്റുപേട്ട ജവഹർ കോളേജ് ഓഫ് പാരാമെഡിക്കൽസിന്റെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഫാർമസി മാനേജ്മെന്റ്, എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്, വിവിധ സ്കോളർഷിപ്പുകൾ, യാത്രാ ആനുകൂല്യങ്ങൾ, സ്റ്റൈപ്പൻഡോടുകൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ പരിശീലനം, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ, എംബസി അറ്റസ്റ്റേഷൻ. യോഗ്യത SSLC+2. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം. ജവഹർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ, പുളിക്കൽ ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, മാർക്കറ്റ് റോഡ്, ഈരാറ്റുപേട്ട. ഫോൺ 9778574709 9562788683.